മികച്ച NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. കോട്ടപ്പുറം കിഡ്സിന്റെ PSC പരിശീലനം ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പുറം കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ITI ഇലക്ട്രീഷ്യൻ, ITI വയർമാൻ, ഡിപ്ലോമ ഇലക്ട്രിക്കൽ എന്നീ കോഴ്സ് കഴിഞ്ഞവർക്കുള്ള PSC പരിശീലന ഉദ്ഘാടനം ET ടൈസൺ മാസ്റ്റർ MLA നിർവഹിച്ചു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതിക്ക് ചിലപ്പോൾ പക്ഷേ നല്ല മാർക്കോ നല്ല ക്വാളിറ്റി ഇതൊക്കെ ഉണ്ടായാൽ പോലും എങ്ങനെ ഒരു പരീക്ഷ അഭിമുഖീകരിക്കണം എന്ന കാര്യത്തിൽ അറിയാതെ ഒരുപാട് ആളുണ്ട്. അവർക്കുള്ള പരിഹാരമായി തീർച്ചയായും ഈ കോച്ചിങ് ക്യാമ്പ് മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത് എൻ്റെ പല സുഹൃത്തുക്കളും ഇവിടെ ഉള്ളതാണ് നമ്മുടെ ഈ KSEB വർക്ക് ചെയ്യുന്നതാണ്. പണ്ട് KSEB ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്ന മസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റർ കിട്ടാൻ 7ാം ക്ലാസ് പാസ്സായിരുന്നു. 7ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് ഇവിടെ ഇപ്പൊ അയാൾ അത് കഴിഞ്ഞിട്ട് ചെയ്തത് നമ്മുടെ ബ്ലോക്കിലുള്ള സാക്ഷരതാ ക്ലാസ്സിന് പോകും. 10ാം ക്ലാസ് പാസ്സായി. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ ITI അത് പ്രൈവറ്റ് ആയിട്ട് ITI എടുത്ത് ഇപ്പൊ അയാളെന്താ എന്താണെന്നറിയും, ഇപ്പൊ നമ്മളിവിടെ AE ആയിട്ട് വർക്ക് ചെയ്യും. 7ാം ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ AE ശമ്പളം കിടന്നു ഞെട്ടൂട്ട അത്രയുള്ള ശമ്പളം ആയിക്കൊണ്ടിരിക്കുന്നത്. 1 ലക്ഷത്തിന് വേറെ ശമ്പളമുള്ള ആളുകളാണ്. കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഇതൊരു ചർച്ചയാണ്. PSC കോച്ചിങ് എത്ര വന്നാലും വേണം. അപ്പം നമ്മളിപ്പോൾ കാലെടുത്ത് വെക്കുന്നത് IT മേഖലയിൽ ഒരു PSC കോച്ചിങ് എന്നുള്ളതാണ്. പക്ഷെ പല സ്ഥലത്തും നമുക്കറിയാം PSC കോച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ട്. കാരണം പല തസ്തികകളിലും ഒക്കെ അതിനുള്ള പരീക്ഷകൾ നടക്കുന്നു, ടെസ്റ്റുകൾ നടക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു കോച്ചിങ് കിട്ടുക എന്നുള്ളത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു PSC കോച്ചിങ് ആരംഭിക്കുന്നത്. നഗരസഭാ ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസോജ, വാർഡ് കൗൺസിലർ ഷൈബി ജോസഫ്, കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ നിഖിൽ മുട്ടിക്കൽ എന്നിവർ സംസാരിച്ചു. കിഡ്സ് ITI ടീച്ചർ ബ്രിജീന സ്വാഗതവും കിഡ്സ് ITI പ്രിൻസിപ്പൽ വർഗീസ് നന്ദിയും പറഞ്ഞു. സാരി സെലക്ഷൻ കഴിഞ്ഞില്ലേ? എത്ര നേരായി? കല്യാണമൊക്കെ അല്ലേ അച്ഛാ, അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെ ആവണ്ടേ? ഇവരെയും കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നു. അത് ഉറപ്പല്ലേ? എന്നാലും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം. ശരി ശരി അങ്കിൾ, പോക്കറ്റ് ഒന്നും കാലിയാവില്ല. ഏറ്റവും എലഗൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും. പക്ഷേ സ്വയംവര സിൽക്സിൽ തന്നെ പോണം, അതിന് ഞാൻ ഗ്യാരണ്ടി. സ്വയംവര സിൽക്സ്, മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്.